2 രൂപയ്ക്ക് കപ്പയും മീനും. ധാരണ 2 രൂപയ്ക്ക് കപ്പയും മീനും കെട്ടിക്കൊടു. കള്ളു കൊണ്ടുവരട്ടെ? വേണ്ട. അന്തോണി ചേട്ടൻ വല്ലതും കഴിച്ചോ? ഇല്ല. ഇത് കഴിക്കൂ. വേണ്ട, നീ കഴിച്ചോ. എന്നാ എനിക്കും വേണ്ട. ശരി, ഞാനും കഴിക്കാം. നീ ഇതെല്ലാം എടുത്തു വെക്കും, ഞാൻ ഉടനെ വരാം. അല്ല, കാർത്തിയായനി ചേച്ചി മുറുക്കുകയാണോ? ഒരുപാട് നാളായി ഞാനൊന്ന് മുറുക്കിയിട്ട്. ഏതായാലും ഞാനും ഒന്ന് മുറുക്കാം. ആ, മാധവൻ ചേട്ടൻ മുറുക്കുന്നോ? ഞാനിപ്പം മുറുക്കും തുപ്പും ഒന്നുമില്ല. എന്നാലൊരു കാര്യം ചെയ്യാം, നമുക്ക് സ്വല്പം അടിക്കാം. അത് വേണമെങ്കിൽ നോക്കാം. ആ, ഒരു കുപ്പിയും എടുത്തേ. ഇന്നൊരു ശകലം മിനുങ്ങണം. തീപ്പെട്ടി. മോളെ തുളസി, ആ തീപ്പെട്ടി ഇങ്ങെടുക്ക്. തീപ്പെട്ടി ഇരിക്ക്. നീ ഇപ്പൊ പഠിക്കാൻ പോകുന്നില്ലോടി? ഉണ്ട്. നല്ലപോലെ പഠിച്ചു വല്ല ജോലിയും മേടിക്കണം. അമ്മയെ പോലെ ചാരായം വിറ്റോണ്ട് നടന്നാ പോരാ. അവളെ പഠിപ്പിക്കാനല്ലേ അന്തോണി കുഞ്ഞെ ഞാൻ ഈ ജോലി എന്നത്. അവൾ കഷ്ടപ്പെടാതെ ജീവിക്കണം, ആ ഒരു വിചാരം മാത്രമേ എനിക്കുള്ളൂ. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ ചേച്ചി. മാധവൻ ചേട്ടനെ കുടിപ്പിക്കുന്നതിൽ കാർത്തിയായനി ചേച്ചിക്ക് വിരോധമൊന്നുമില്ലല്ലോ? ഏയ്, ആണുങ്ങൾ കുടിക്കുന്നതിൽ എനിക്കെന്താ വിരോധം? അല്ല, ഇതിന്റെ കാശ് മുഴുവൻ ഞാൻ തന്നോളാം. പക്ഷെ ഒരു കാര്യം, ഞാൻ പോയി കഴിയുമ്പോ ചേച്ചി മാധവൻ ചേട്ടനെ വഴക്ക് പറയരുത്. ഏയ്, ഞാൻ ചീത്തയൊന്നും പറയില്ല. കുടിച്ചോ കുടിച്ചോ. ഒത്തിരി നാളായി മനസമാധാനത്തോടു കൂടി ഒന്ന് കുടിച്ചിട്ട്. പാവം ആ അമ്മണി ഇപ്പൊ ഒറ്റയ്ക്കായിരിക്കും. അവളുടെ ഒരു തലയിലെഴുത്ത്. ചെറുപ്പത്തിലേ അമ്മ മരിച്ചു. ഒരു കരയ്ക്കെത്തുന്നതിന് മുമ്പ് അപ്പനും പോയി. ഇതൊക്കെ കാണുമ്പോ ഈശ്വരൻ മഹാദുഷ്ടനാണെന്ന് തോന്നും. അവളിപ്പോ കാത്തിരിക്കുകയായിരിക്കും. ഉടനെ വരാമെന്നും പറഞ്ഞാ ഞാൻ പോകുന്നത്. വരട്ടെ, പിന്നെ കാണാം. എന്ത് പറ്റിയാവോ? അന്തോണി ചേട്ടൻ ഇന്ന് ആകെ മാറിയിട്ടുണ്ട്.
അവനല്ലേലും നല്ലവനാണ്. അവനെ ആരും ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അവന്റെ ഉള്ളി നല്ലതാണ്. അതെ അതെ, ചക്കാത്തി കിട്ടുമ്പം മൂക്കുമുട്ട അങ്ങ് കുടിക്കും. നീ കഴിച്ചില്ലേ? ഇത്ര തിരക്കിട്ട് പോയത് കുടിക്കാനായിരുന്നല്ലേ? ആ, കുടിച്ചു. കുറെ കാലമായി ഇത്രയും സന്തോഷമായിട്ടൊന്ന് കുടിച്ചിട്ട്. നീ എന്തിനാ കരയുന്നത്? സന്തോഷം കൊണ്ട്. നിങ്ങൾക്ക് സന്തോഷമുള്ളപ്പോ ഞാനും സന്തോഷിക്കണ്ടേ? ആ, കരഞ്ഞിട്ട് കാര്യമില്ലെന്ന് കണ്ടുകൊണ്ടാ സന്തോഷിക്കാൻ തീരുമാനിച്ചത്. നമ്മുടെ കണ്ണീരുടെ ആര് കാണാനാ? എന്റെ കണ്ണീര് നിങ്ങളെങ്കിലും കാണല്ലേ? എന്തുണ്ട് എനിക്കിനി സന്തോഷിക്കാൻ? എല്ലാമായിരുന്നു അപ്പച്ചനും പോയി. ഇനി എനിക്ക് ആരുണ്ട്? നിങ്ങൾ മാത്രമാണ് ഇനി എനിക്ക്. നിനക്ക് ഓർക്കാനും കരയാനും പലതും. എനിക്കൊന്നുമില്ല. എന്റെ അപ്പനെ പോലും ഞാൻ കണ്ടിട്ടില്ല. തെരുവിൽ കിടന്ന് വളർന്ന് എന്നെ പട്ടിയെ പോലെ കാലുമടക്കി തൊഴിച്ചവരെ എനിക്ക് ചുറ്റുമുള്ളത്. ഞാൻ പിന്നെ ആരും ഓർത്ത് കരയാനാ? എന്നെ ഓർത്ത്. ആരോരുമില്ലാത്തെങ്കിൽ എന്നെ ഓർത്ത്. എടി അമ്മ നല്ല മോളല്ലേ? ഒന്ന് നിന്നേ. പിന്നെ കാർത്തിയാനുസരിച്ച് ഇവിടെ ഇല്ലേ? ഇല്ല. ഇയാളിവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഒരു 200 എടുത്തോണ്ട് വാരി വിടണേ. ചാരായം അവള് തന്നെ എടുത്തു തരണം നിർബന്ധാണോ? അശ്വ, അതുകൊണ്ടൊന്നുമല്ല. ഏട്ടന് എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കണം എന്ന് വിചാരിച്ചിട്ടല്ലേ? ആ, ചേട്ടൻ പോയി ഒരു കപ്പലിന് പിടിച്ചിട്ട് എണീക്കടാ. നീ എന്താ വിചാരിച്ചത്? ഒരു ചാരായം വിൽക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് തോന്നിയാസം കാണിക്കാമെന്നോ? അല്ല, അഥവാ അതേടാ, ഞാൻ തന്നെയാ പറയുന്നത്. നോക്കേ, ഇനി മേലാൽ ഈ വീട്ടിനടുത്തെങ്ങാനും വന്നാല് നിന്റെ തല കഴുത്തെ കാണുക പറഞ്ഞേക്കാം. ഞാഞ്ഞൂലിന് കളികളാൻ തുടങ്ങി. അച്ഛ, എന്റെ അച്ഛൻ തന്നെയാണ് ഈ പറയുന്നത്? അതെ മോളെ, നിന്റെ അച്ഛൻ തന്നെയാ പറയുന്നത്. ഇനി നീ നോക്കിക്കോ. താനാണോ ഈ കടയുടെ ഉടമസ്ഥൻ? ആന്നേ. ഗോപി എന്ന പേരുള്ള ഒരാളുടെ താമസമുണ്ടോ? ഉണ്ട്. അയാളെന്ന് വിളിച്ചേ. ഞാനാണ് ഗോപി. തന്റെ നാട് എവിടെയാ? കുറച്ച് അകലെയാ. അകലെന്ന് വെച്ചാൽ നാട്ടിന് പേരില്ലേ? എടപ്പാൾ. ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഒരു 2-3 മാസമായി. അച്ഛന്റെ പേര്? നാരായണൻ. തൊടിയിൽ നാരായണൻ എന്ന് പറയും. ഇപ്പൊ ജീവിച്ചിരിക്കില്ല. അമ്മയുടെ പേര്? കല്യാണി. അമ്മയും മരിച്ചുപോയി. വേറെ ആരൊക്കെ ഉണ്ട്? സ്വന്തത്തിൽ എന്ന് പറയാൻ ആരുമില്ല. പിന്നെ ഇവിടെ വന്നതിന് ശേഷം കുറച്ചുപേരെ പരിചയപ്പെട്ടു. ആ അന്തോണിയും താനുമായി ശത്രുതയിലായിട്ട് എത്ര കാലമായി? ഞങ്ങൾ തമ്മിൽ ശത്രുതയിലാണെന്ന് ആര് പറഞ്ഞു? ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. യു അണ്ടർസ്റ്റാൻഡ്? യെസ് സർ, ഐ അണ്ടർസ്റ്റാൻഡ്. ഐ എം ദാറ്റ് മച്ച് എഡ്യൂക്കേറ്റഡ്. ആ അന്തോണിയുടെ വീട് കത്തിയെന്ന് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? കൃത്യമായിട്ടൊന്നും അറിയാൻ മേല. പക്ഷെ അയാളെ രക്ഷപ്പെടുത്തിയത് ഞാനാണ്. ചിലപ്പോൾ കോടതിയിൽ വരുമ്പോഴും ഇതൊക്കെ പറയേണ്ടി വരും. എവിടെ വെച്ചാണെങ്കിലും ഞാൻ പറയാൻ തയ്യാറാണ്. ശരി. ഗോപി, നീ നാരായണന്റെ മകനാണോ? അതെ. മോനെ, നീ അത് ഇത്രയും നാളെ എന്നോട് പറയാതിരുന്ന എന്താ? അമ്മ മരിച്ചിട്ട് എത്ര നാളായി? 1 വർഷം കഴിഞ്ഞു. ഇക്ക അച്ഛനെ അമ്മയെ അറിയൂ? നാരായണനും ഞാനും ഒരുമിച്ച് അടിച്ചു കളിച്ച് വളർന്നവരാ. പടശവും നാരായണനെ നേരത്തെ വിളിച്ചു. പാവം കല്യാണം. ഒരു ദിവസം രാത്രി
ഒരു കൈക്കുഞ്ഞുമായി ഇവിടെ സ്ഥലം വിട്ടതാ. അതിനുശേഷം പല സ്ഥലത്തും നമ്മൾ അന്വേഷിച്ചു. മുതലാളി ഷാപ്പിൽ വന്നിട്ടുണ്ട്. ഗോപിച്ചേട്ടൻ പെട്ടെന്ന് വരാൻ പറഞ്ഞു. നീ നടന്നു, ഞാനിത് വരും. ആ, തുളസി, ചേച്ചി, ഗോപിച്ചേട്ടനെ അന്വേഷിച്ചാണോ പോലീസ് വന്നിരിക്കുന്നത്? ഏയ്, അവര് കണ്ണി കണ്ടവരോടൊക്കെ ചോദിക്കല്ലേ തീ വെച്ച ആരാന്ന്. അതുപോലെ ഗോപിച്ചേട്ടനോടും ചോദിച്ചു കാണും. വല്ല വൈരാഗ്യവും വെച്ച് വല്ലവരും? ഗോപിച്ചേട്ടനോട് ഇവിടെ ആർക്കാ വൈരാഗ്യം? ഇതെല്ലാം ദുഷ്ടം ചെയ്യുന്നതല്ലേ. ആര്? ആ മുതലാളി, അല്ലാതെ ആര്? അമ്മണി ചേച്ചി, ഉം. അമ്മണി ചേച്ചി, ആ പോലീസുകാർ പൊക്കിളഞ്ഞോ? ഇല്ല, തന്നെയും കാത്ത് ഇവിടെ സത്യാഗ്രഹം ഇരിക്കുക. അശോ, എനിക്ക് അവന്മാരെ കണ്ട് 2 വർത്തമാനം പറയണമെന്നുണ്ടായിരുന്നു. ആഹാ, സാരമില്ല, എന്റെ കിട്ടും. ഇനി അവന്മാർ വന്ന് എന്നെ കാണണമെന്ന് പറയണം. താൻ പോടും. എന്താ? താൻ പോകാൻ. അമ്മണി ചേച്ചി, ഈ തെങ്ങ് ചെത്താറായില്ലേ? ചെത്തുമ്പോ തന്നെ അറിയിക്കാം. ഇപ്പൊ പോ. മറക്കല്ലേ. പോടാ അവിടുന്ന്. വരട്ടെ. ചേച്ചി, അന്തോണി ചേട്ടൻ എപ്പോ വരും ചേച്ചി? ഇന്ന് പറയാമെന്ന ഡോക്ടർ പറഞ്ഞത്. ഒന്ന് കുടിച്ചു നനച്ച് പോകാമെന്ന് കരുതിയാ ഓടി വന്നതേ. അതിനിടയ്ക്ക് ഈ പോലീസും പട്ടാളും. ആ, നീ വീട്ടിലേക്ക് ചെല്ലും. കരുതാടി ചേച്ചി, ആരാണത്? ഞാനാണ്. ഞാനോ? ആരാ ഞാൻ? ഇവിടെ മാറി നിൽക്കുന്നു. വാട്ട് ഈസ്? എന്ത് വേണം? ഒരു ഗ്ലാസ് അടിക്കാമെന്ന് വിചാരിച്ചു. ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ചാരായ വിൽപ്പന സ്റ്റോപ്പ് എന്ന് വെച്ചാൽ നിർത്തി. മേലാൽ ചാരായത്തിനെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ, നിന്റെ കാലിന്റെ മുട്ട് ഞാൻ തല്ലി ഒടിക്കും. എടാ എടാ, എണീക്കാൻ. നടന്നോ. തീ ചാടി എന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. അതിന് നന്ദി പറയാമെന്ന് കരുതി. നന്ദി പറയാൻ അത്ര വലിയ സാഹസമൊന്നുമല്ലല്ലോ ഞാൻ ചെയ്തത്. ആരായാലും ഇതൊക്കെ ചെയ്യും. ഞാനന്ന് അവിടെ കിടന്ന് മരിച്ചിരുന്നെങ്കിൽ സമാധാനം കിട്ടാതെ എന്റെ ആത്മാവ് ഇതിലെ അലിഞ്ഞു നടന്നേ. മരിക്കുന്നതിൽ എനിക്ക് പേടിയില്ല. പക്ഷെ ഒരുത്തനെ ജീവിക്കാൻ വിട്ടിച്ച് മരിച്ചാൽ എന്റെ ഇത്രയും കാലത്തെ ജീവിതം വെറുതെ ആയിപ്പോയി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പറയാം.